നമ്മൾ വെസ്റ്റേൺ ജെട്ടിയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അഗത്തിയിലെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. ഇപ്പോൾ സമയം ഒരു 5 മണി ആയിട്ടുണ്ട്, അതായത് ഈവനിങ് 5 മണി ആയിട്ടുണ്ട്. നമ്മൾ ഈ പോകുന്ന വഴി തെങ്ങിൻ തോപ്പിനിടയിൽ കൂടി നമ്മളൊരു ഡ്രൈവാണ് കേട്ടോ. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ ലഗൂണുകൾ, പവിഴപ്പുറ്റുകൾ, അതേപോലെ തന്നെ ഇവിടുത്തെ തെങ്ങിൻ കൂട്ടങ്ങളും വളരെ ഫേമസ് ആണ്. എനിക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മൾ ഈ പോകുന്ന റോഡ് സൈഡിലുള്ള തെങ്ങുകൾ, അതായത് റോഡിൻ്റെ 2 സൈഡിലുള്ള തെങ്ങുകൾ അവർ മനോഹരമായിട്ട് പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വെസ്റ്റേൺ ജെട്ടിയിൽ നിന്നും നേരെ ഈസ്റ്റേൺ ജെട്ടിയിലേക്ക് വന്നു. നമ്മൾ വെസ്റ്റേൺ ജെട്ടി കണ്ടതുപോലെ തന്നെ സെയിം അതേപോലെ തന്നെ മനോഹരമായൊരു കടൽപ്പാലത്തിൽ കൂടിയാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് ജെട്ടിയിലേക്ക് പോകുന്നത്. ഈ നിൽക്കുന്നതൊക്കെ ഇവിടുത്തെ ലക്ഷദ്വീപ് നിവാസികളായ സ്ത്രീകളാണ്. അവർ കുട്ടികളുമായിട്ട് വൈകിട്ട് കടൽക്കാറ്റ് കൊള്ളാൻ വന്ന് നിൽക്കുവാണ്. അപ്പം നമ്മൾ പോകുന്ന പോലെ തന്നെ സൈക്കിളിലും 2 വീലറിലും ഒക്കെ കുറേ ആൾക്കാർ ജെട്ടിയിലേക്ക് പോകുന്നുണ്ട്. ഞാൻ പോകുന്നത് ഓമ്നി വാനിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ കണ്ടില്ലേ, സൺസെറ്റ് ആകാറായി. നമ്മുടെ പുറകെ നമ്മുടെ ഗ്രൂപ്പിലെ വണ്ടികളും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോ കണ്ടില്ലേ, സൺസെറ്റിന്റെ ഒരു ആംബിയൻസ് ആണ്. ഇതേ നമ്മുടെ ചങ്കത്തിമാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അവർ ഓൾറെഡി വന്ന് കടല് കണ്ടുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ നേരത്തെ പോയത് ബോട്ട് മാത്രം നങ്കൂരം ഇടുന്ന സ്ഥലമായിരുന്നു. പക്ഷെ ഇവിടെ നല്ല ആഴമുള്ള കടലാണ്. ഇവിടെ ഷിപ്പും നങ്കൂരം ഇടുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഷിപ്പ് നങ്കൂരം ഇടുമ്പം ഈ ഭിത്തിയായിട്ട് ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷനാണ്. അതായത് ഇത് എയർ ടൈറ്റൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ഇവിടെ മൊത്തം ഉണ്ട്, ഉണ്ട് അങ്ങേയറ്റം വരെ അത് കിടപ്പുണ്ട്. പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഇത്തിരി പേടിയുണ്ട്, ഒരു സേഫ്റ്റി ഇല്ല. കാരണം നമ്മളെങ്ങാനും അറിയാണ്ട് ഇതുവഴി നടന്ന് ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടലിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ടുള്ളൊരു സൺസെറ്റിന്റെ ആംബിയൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ, അതിമനോഹരല്ലേ. കണ്ടോ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ മനോഹരമായ ലക്ഷദ്വീപിന്റെ ആംബിയൻസ് ഒക്കെ കാണുന്ന സ്ഥലങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എങ്ങനെയെങ്കിലൊക്കെ ഒരു പെർമിറ്റ് സംഘടിപ്പിച്ച് നിങ്ങൾ തനിയെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഒരു ഇവിടുത്തെ ലോക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൂർ ഏജൻസി, ലക്ഷദ്വീപ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ ഏജൻസി വഴി വരുവാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഇതെല്ലാം കൊണ്ടു കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി നമ്മുടെ ലക്ഷദ്വീപില് അഗത്തി ഐലൻഡിലെ ഈ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? എനിക്ക് എന്താ തോന്നുന്നത് അറിയോ? സോ ബ്യൂട്ടിഫുൾ, so elegant, just looking like a wow. ലക്ഷദ്വീപിൽ വന്ന് വട്ടായതല്ല. ഇനിയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയും, ലക്ഷദ്വീപിൽ ഇതൊന്ന് വട്ടായൊരു വ്ളോഗർ എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറയും. ഇപ്പൊ നമ്മള് ലഗൂൺ ബീച്ചിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡിലൊക്കെ ഇവിടുത്തെ ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ എല്ലാം തെങ്ങ് കൃഷി ചെയ്തിരിക്കാൻ കേട്ടോ. എല്ലായിടത്തും തെങ്ങുണ്ട്. ഇതുണ്ട് ആളുകളൊക്കെ പോന്നേ. അപ്പൊ ഇവര് പോകുന്നത് എങ്ങോട്ടാണെന്നറിയാം? ഞാൻ ഇവരെ ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്. ലഗൂൺ ബീച്ചില് സൺസെറ്റ് കാണാനുള്ള ഓട്ടമാണ്. ഓടിക്കോ, സ്പീഡിൽ ഓടിക്കോ. ഇപ്പൊ പോവും, സൂര്യൻ പോവും. അത് നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു ഓൾറെഡി സൺസെറ്റ് ഒക്കെ കഴിയെന്ന് തോന്നുന്നു കേട്ടോ. ഹായ്, എല്ലാരും കാറ്റുള്ളായിരിക്കോ? ഞങ്ങള് സൺസെറ്റ് കാണാൻ. അതൊക്കെ ഇവിടുത്തെ നേറ്റീവ് പീപ്പിൾസ് ആണ്. ഇവിടെ ഒരു ബീച്ചില് കുറച്ച് എന്താ പറയാ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ലഗൂൺ ബീച്ച് റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ബീച്ചൊരു നല്ല ആംബിയൻസ്, ഒരു നല്ല രസമുണ്ട് കാണാൻ. നിറയെ തെങ്ങുകള്, അതിനിടയ്ക്ക് അല്ലാത്ത മരങ്ങൾ എന്ന് വെച്ചാൽ എനിക്കിന്റെ പേരറിയത്തില്ല. ഊട്ടിയിലൊക്കെ കാണുന്ന പോലുള്ളൊരു മരങ്ങള്. അപ്പൊ ഡ്യൂസ്, നമ്മള് ലഗൂൺ ബീച്ചിൽ വന്നിട്ട് സൺസെറ്റ് കണ്ടിരിക്കുന്നത് കണ്ടില്ലേ? ഇതേ നോക്ക്, അയ്യോ അതേ പോന്ന്. സണ്ണിനോടൊന്നും അവിടെ നിക്കാൻ പറയുമോ? ഒരു ചെറിയ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് കാണാൻ പറ്റിയില്ല. हो गया हो गया अयो
ഓ ഇതുണ്ട് കുട്ടികൾ. അതെ അതെ, കുട്ടികളുടെ ഫുട്ബോൾ ഗ്രൗണ്ടാണ്. നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അപ്പൊ അവര് പറഞ്ഞു അങ്ങോട്ട് ചെല്ലരുത്, എറി കിട്ടും എന്നാണ് പറഞ്ഞത്. ഈ ഒരു ബീച്ചിലെ വെള്ളത്തിന്റെ ഡിഫറൻസ് ഉണ്ടോ, കളറിന്റെ ഡിഫറൻസ് ഉണ്ടോ? ഈ ഏരിയയില് ടർക്കോയ്സ് ബ്ലൂ, അതിനപ്പുറത്ത് കുറച്ചും കൂടി ഡാർക്ക് നീല. ഇത് രണ്ടും അറബിക്കടലാണ് എന്നുള്ളതാണ് രസം. നമ്മൾ പണ്ട് ഈ ഒരു പ്രതിഭാസം കണ്ടത് ധനുഷ്കോടിയിൽ പോയപ്പോഴല്ലേ? ധനുഷ്കോടിയിൽ രണ്ട് ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും കൂടെ രണ്ടിനോട് ചേർന്ന് രണ്ട് കളറായിട്ട് കിടക്കുന്നത് നമ്മൾ കണ്ടല്ലേ? ഇവിടെ അതേപോലെ തന്നെ. പക്ഷെ ഇതെങ്ങനെ കളർ ചേരാതെ കിടക്കുന്നു? ഇവിടെ എല്ലാ ആൾക്കാരും ഇരിക്കുന്നുണ്ട്. അപ്പം അഗത്തി ഐലൻഡിലെ നമ്മുടെ സൺസെറ്റ് ദേ ഇവിടെ കഴിയുകയാണ്. ഇപ്പൊ സൂര്യൻ കംപ്ലീറ്റ് ആയിട്ട് താഴ്ന്നു. ഇവിടെയും കുറച്ച് ഷിപ്പൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇവിടൊക്കെ ബീച്ചിൽ ഇപ്പൊ വന്നിരിക്കുന്നത് ടൂറിസ്റ്റുകളെ അധികം കാണാനില്ല, ഇവിടുത്തെ ആളുകളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ലക്ഷദ്വീപില് മനോഹരമായ ബീച്ചുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഒരു ഈവനിങ് ടൈമൊക്കെ ഇവിടെ വന്നിരുന്ന സമയം പോകുന്നത് അറിയത്തില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ എന്താ പറയാ, ഡെവലപ്മെന്റ്സ് വരണം. അതായത് ഇപ്പം ഇവിടേക്ക് ആൾക്കാർ വന്ന് ഒരുപാട് നമ്മൾ കണ്ടില്ല, അവിടേക്ക് ആൾക്കാർ ഇരിക്കുന്നത് വെറുതെ അവരൊരു ചെയറൊക്കെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, കുറച്ചും കൂടെ ടൂറിസം ബേസിൽ മനോഹരമാക്കണം ബീച്ചുകൾ. ഇതിപ്പോ ഇവരൊക്കെ അവിടെ താഴെ ചുമ്മാ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടല്ലേ. ഇതെന്താ സംഭവം? വാട്ട് ഈസ് ദിസ്? Punishable offense ആണ് you are doing. This is punishable offense. You know, actually ഞാൻ തമാശ പറഞ്ഞല്ല, നമ്മൾ ഇവിടുന്ന് അതെ ഇവിടുന്ന് ഇങ്ങനത്തെ സംഭവങ്ങൾ എന്താ പറയുന്നത്, ഇതിനെന്താ പറയുന്നത്, കോറൽ ഐറ്റംസ്, അതെ ഇതൊന്നും എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ വീട്ടിലാണ് വരും കേട്ടോ. ഞാൻ വാങ്ങിയില്ല, ഞാൻ കളക്ട് ചെയ്തില്ല. ഇല്ല. ആ ബോട്ടിനകത്തിരുന്നോണ്ട് സായിപ്പ് കൈ കാണിക്കുന്നുണ്ട്. ടൂറിസ്റ്റ് കണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോറൽ എടുക്കുന്നത് പണിഷബിൾ ഒഫൻസ് ആണെന്ന് പറഞ്ഞില്ലേ? ആക്ച്വലി ഇത് സത്യമാണ്, ഞാൻ തമാശ പറഞ്ഞില്ല കേട്ടോ. അതേപോലെ ഇവിടെ പണിഷബിൾ ഒഫൻസ് ആയിട്ടുള്ള വേറൊരു സംഭവം ഉണ്ട്. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഡ്രിങ്ക്സ് ഇവിടെ കൊണ്ടുവന്ന് കഴിക്കാനോ, അതേപോലെ എന്താ പറയാ ഇവിടെ സെയിലോ അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരാനോ, ഇവിടെ കൊണ്ടുവന്ന് കഴിക്കാൻ, എന്നാ ഗസ്റ്റ് ആയിട്ടൊക്കെ വരുന്നവർ ഇവിടെ കൊണ്ടുവന്ന് കഴിക്കാനൊക്കെ വിചാരിക്കത്തില്ലേ? അതൊക്കെ പണിഷബിൾ ഒഫൻസ് ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു പണിഷബിൾ ഒഫൻസ് ആണ് ഇവിടുന്ന് കോറൽസ് ഒക്കെ വാരിയെടുക്കുക, വീട്ടിൽ കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് കേട്ടോ.